മിനിറ്റ് കൊണ്ട് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ അറബിക് ഡിഷായ ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരി അളന്നെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് 2 കപ്പ് അരി എടുത്തിട്ട് നന്നായിട്ട് 2-3 തവണ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അവിടെ വെക്കുക. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചധികം വെള്ളവും വെച്ചിട്ട് അവിടെ വേവിക്കാൻ വെക്കുക. വെള്ളം കുറച്ചധികം വേണം, കാരണം നമുക്ക് റൈസിലേക്ക് എടുക്കാനുള്ളതാണ്. ഇനി അതിലേക്ക് ഒരു 2 സവാള, മീഡിയം സൈസിലുള്ള 2 സവാള, ഒരു ചെറിയ തക്കാളി, കുറച്ച് മല്ലിയില എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പെരിഞ്ജീരകം അതുപോലെ ചെറിയ ജീരകം ചതച്ചതും ഒരു 2 മാഗി ക്യൂബും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 വിസിലടിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിനും ഇറച്ചിക്കും അനുസരിച്ചായിരിക്കും വേവ് ഉണ്ടാവുക. വെന്തതിന് ശേഷം അതിൻ്റെ വെള്ളവും ഇറച്ചിയും നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തോതിലാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ 3 കപ്പ് വെള്ളം വേണം. അപ്പം ആ ഇറച്ചിയുടെ വെള്ളത്തിലേക്ക് ബാക്കി വെള്ളം കണക്കാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം ഓയിൽ ഒഴിക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടെ ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മൾ ഇറച്ചി വേവിച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ മാഗി ക്യൂബ് ഇടാനുണ്ട്. അതെല്ലാം ഉപ്പായതുകൊണ്ട് തന്നെ ഈ കുറച്ച് ഇതൊന്ന് താളി കിട്ടാൻ മാത്രം ചേർത്താൽ മതിയേ. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ജീരകവും വലിയ ജീരകവും മാഗി ക്യൂബും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പൊടികളായിട്ട് നമുക്കിവിടെ കുറച്ച് മന്തി മസാല, ഒരു 2 ടീസ്പൂൺ മന്തി മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ബീഫ് മസാല കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതും ഇടാം കേട്ടോ. അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളെ കയ്യിൽ ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം വെള്ളം തിളച്ച് വരുന്ന സമയം നമുക്ക് അരി ചേർത്ത് കൊടുക്കുക. അരി മുഴുവനായിട്ടും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് ഒരു 2 വിസിൽ അടിച്ചെടുത്താൽ നമ്മൾ റൈസ് ഇവിടെ ഇട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഞാൻ ചൂടോടെ കുക്കർ തുറന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആവി പറക്കുന്നത്. ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ എടുത്താൽ ചോറൊക്കെ നല്ല വേറിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.